മെഡിസെപ്പ് എന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി, അതിൻ്റെ പ്രീമിയം കൂട്ടുന്നതിനെ പറ്റിയാണ് ഗവൺമെൻറ് ഇപ്പോൾ പുനരാലോചിക്കുന്നത്. അത് യൂണിയനുകളുമായും മറ്റും ആലോചിച്ച് പുനഃപരിശോധിച്ച് പ്രീമിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള തീരുമാനം. എന്താണ് ഇപ്പോൾ ഈ മെഡിസിപ്പിൽ പ്രീമിയം കൂട്ടണം എന്ന ഒരു ആലോചന ഉണ്ടാവാൻ കാരണം? 2022 മെഡിസെപ്പ് എന്ന ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് സ്കീം തുടങ്ങുന്നത്. 500 രൂപ വീതം പ്രതിമാസം ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ പെൻഷനിൽ നിന്ന് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പിടിക്കുക. അങ്ങനെ അത് ആ സ്കീം ഒരു ഇൻഷുറൻസ് സ്കീമായിട്ട് ആരോഗ്യ രംഗത്ത് ആവശ്യം വരുമ്പോൾ ജീവനക്കാർക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ഈ 2 വർഷത്തെ അനുഭവം കൊണ്ട് ഈ മെഡിസെപ്പിലെ അംഗങ്ങൾ എല്ലാവരും അംഗങ്ങളാണ്. അതായത് സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് പെൻഷൻ പറ്റിയവരുമെല്ലാം അതിലെ ജീവനക്കാരാണ്, അതിലെ അംഗങ്ങളാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. അപ്പോൾ പക്ഷേ വളരെ അത്രയൊന്നും ആശ്വാസകരമായ തൃപ്തികരമായ ഒരു അനുഭവമല്ല മെഡിസെപ്പ് പറ്റി ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഒക്കെ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 500 രൂപ വീതം 6000 രൂപയാണ് ഒരു വർഷം ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ പിടിക്കുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ ആരോഗ്യരംഗം വലിയ ചെലവേറിയ രംഗമാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സൗകര്യങ്ങൾ ഉള്ള കാലം ഉണ്ടാകാം, പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു സൗകര്യങ്ങളുമില്ല. നമുക്കറിയാം, മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും എല്ലാം വെറുതെ കിടക്കുകയാണ്. അവിടെ പേഷ്യൻസ് എന്നാൽ യാതൊരു തരത്തിലും സഹായം കിട്ടുന്ന ഒരു രീതിയേ ഇല്ല. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് മറ്റ് ഇടപാടുകാർക്ക്, അതായത് മരുന്ന്, ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് 593.11 കോടി രൂപയുടെ കുടിശ്ശികയാണ്. ഇങ്ങനെ കുടിശ്ശിക കൊടുക്കാനുള്ളത് കാരണം കൊണ്ട് ഈ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാലും മരുന്ന് കമ്പനികൾ വേണ്ട ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെഡിസിൻസോ സപ്ലൈ ചെയ്യാറില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ മറ്റ് ജനറൽ ആശുപത്രികൾ, ഗവൺമെൻറ് സെക്ടറിൽ എവിടെ നോക്കിയാലും മെഡിക്കൽ കോളേജുകൾ, ഇവിടെ ഒന്നും തന്നെ അത്യാവശ്യത്തിന് വേണ്ടത്ര മരുന്നുകളോ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ യാതൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? സാധാരണക്കാർ നല്ല ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടും എന്ന് വിചാരിച്ച് ചെന്നാൽ അവർക്ക് വെറുതെ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ അവർ സ്വമേധയാ പോയി പുറത്തു നിന്ന് ഉയർന്ന വില കൊടുത്ത ഈ പറയപ്പെട്ട ആവശ്യങ്ങളെല്ലാം, മരുന്ന് ഉപകരണങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ അവിടെ ശസ്ത്രക്രിയ നടന്നാലായി ആ തരത്തിൽ ഉള്ള ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ, അതായത് ഈ മെഡിസെപ്പിൻ്റെ തന്നെ സ്കീം 6000 രൂപ ഒരു വർഷം എന്ന രീതിയിൽ ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 2022 തുടങ്ങുന്നത്. ഈ 2 വർഷം കൊണ്ട് നമുക്ക് 12000 രൂപയാണ് അടച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ശസ്ത്രക്രിയകളും അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ തുക വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ വർഷം തന്നെ തിമിരം ശസ്ത്രക്രിയ അണ്ടർഗോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 93,000 രൂപ ലേസർ ട്രീറ്റ്മെൻറ്റ്, രീതിയിലാണ് ഞാൻ എൻ്റെ തിമിരം മാറ്റിയത്. അപ്പോൾ അതിന് 93,000 രൂപയാണ് ചിലവായത്. അങ്ങനെ അതിൻ്റെ അടുത്ത് പോലും വരില്ലല്ലോ ഈ മെഡിസിപ്പിൽ അടച്ചിരിക്കുന്ന പണം. ഇനി അടച്ചിരിക്കുന്നതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാലോ, ഈ ഉയർന്ന രീതിയിലുള്ള ശസ്ത്രക്രിയകൾക്ക് പോകുന്ന അത്തരം രോഗികളെ ഒന്നും ഈ മെഡിസെപ്പ് സ്കീമിനകത്ത്, അതായത് അവർക്കൊരു പരിരക്ഷയും കിട്ടാനുള്ള സൗകര്യങ്ങൾ ഈ പറയപ്പെട്ട ആശുപത്രികളൊന്നും തന്നെ ഒരുക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ പെൻഷൻകാർക്ക് ആണ് സഹായം കിട്ടേണ്ടത്, പക്ഷേ പെൻഷൻകാർക്ക് വലിയ സഹായം ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വല്ല സഹായവും കിട്ടുന്നത്. അപ്പം സത്യത്തിൽ ഗവൺമെൻറ് പ്രീമിയം വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. അതായത് പ്രീമിയം വർദ്ധിപ്പിച്ചാൽ 2 ഗുണമാണ് കാണാനുള്ളത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തും. അപ്പോൾ അതേ സമയത്ത് രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ
ഈ രോഗികൾക്ക് അതായത് പ്രീമിയം കൂടുതലെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പണം മെഡിക്കൽ ഇൻഷുറൻസിനായിട്ട് ലിങ്ക് ചെയ്യുന്ന കമ്പനികൾക്ക് നൽകാൻ പറ്റും. പക്ഷേ അതിനേക്കാളുമൊക്കെ ഇപ്പോൾ ഈ രംഗത്തുള്ള, അതായത് എന്നെപ്പോലെ അല്ലെങ്കിൽ പിന്നെ പെൻഷൻ പറ്റിയവർ പറയുന്നത് ഓപ്ഷൻ നൽകുക, ഇഷ്ടമുള്ളവർ മാത്രം മെഡിസെപ്പിൽ ചേരട്ടെ, അല്ലാത്തവർ ചേരാതിരിക്കട്ടെ. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ചേരട്ടെ എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളവരുടെ അടുത്തു നിന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം പ്രീമിയവും ഈടാക്കട്ടെ. പ്രീമിയവും കൊടുത്ത് ഇൻഷുറൻസിലും ചേർന്ന് ഒരു തരത്തിലും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാത്ത രീതിയിൽ പോകുന്നതിലും ഭേദമാണല്ലോ ഇൻഷുറൻസ് എടുക്കാതിരുന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കണ്ടെത്തി പിന്നെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് തീർച്ചയായിട്ടും ആലോചിക്കണം. കാരണം ഒരുപാട് പേര് എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഇതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തിമിരം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളുടെ സുഹൃത്തായ പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും മെഡിസെപ്പിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും ഇവിടെ കിട്ടില്ല എന്നവർ പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു എനിക്കും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ നല്ലത് തിമിര ശസ്ത്രക്രിയയ്ക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ലേസർ ശസ്ത്രക്രിയ തന്നെയാണ് നല്ലത്. കാരണം അത് കൈ തൊടാതെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. നമുക്ക് തിമിരം ശസ്ത്രക്രിയ കഴിഞ്ഞ് അത് ലേസർ ശസ്ത്രക്രിയയാണ് എങ്കിൽ അത് വെരി നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം മുതൽ വായിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങാം. നമുക്ക് വലിയ നിബന്ധനകളൊന്നുമില്ല. മരുന്നൊഴിക്കണം സമയാസമയം. അതൊഴിച്ചാൽ കൂടുതൽ TV നോക്കാൻ പാടില്ല, പത്രം വായിക്കാൻ പാടില്ല, ഇങ്ങനത്തെ നിബന്ധനകളൊന്നും തന്നെയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതാണ് കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതാണ് പിന്നെ ലേസർ ശസ്ത്രക്രിയയാണ് നല്ലത്. അതിന് ഈ കവറേജ് കിട്ടില്ല, മെഡിസെപ്പിൻ്റെ കവറേജ് കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും മെഡിസെപ്പിലേക്ക് ചേരാതിരിക്കുകയല്ലേ അത്തരക്കാർക്ക് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട് പരസ്പരം ഈ മെഡിസെപ്പ് ഓപ്ഷണലാക്കണം. ഇഷ്ടമുള്ളവർ എടുക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ എടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ ഇത് നമ്മുടെ കമ്പൽസറി ആയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പരിരക്ഷയും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ഞങ്ങൾ രണ്ടുപേരും 500 രൂപ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാ മാസവും ഞങ്ങളുടെ പെൻഷനിൽ നിന്ന്. ഇനി അത് വർദ്ധിപ്പിക്കുക, 1000 രൂപയാക്കിയാൽ ഞങ്ങൾ 1000 രൂപ വീതം പെൻഷനിൽ നിന്ന് കൊടുക്കും. അപ്പോഴും ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്നാമത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് എപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം 2016-17 ശേഷം നമ്മുടെ മെഡിക്കൽ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. മെഡിക്കൽ രംഗം കുത്തഴിഞ്ഞതിനേക്കാൾ മോശമാണ് ഖജനാവിൻ്റെ കാര്യം. അപ്പോൾ ഖജനാവിൽ പണമില്ലാത്ത കാരണം ഏത് പണം എവിടെയുണ്ടോ അതെല്ലാം എടുത്ത് തോന്നിയതുപോലെ പിന്നെ ചെലവഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ധനമന്ത്രിയാണ് അങ്ങനെ ചെലവഴിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊക്കെ കാരണഭൂതരായിട്ടുള്ളവർ ഗവൺമെൻറ്റിലുണ്ടല്ലോ, അവരെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെൻറ് ഒരു കാരണവശാലും ഇത് കമ്പൽസറി ആയിട്ട് എല്ലാവരും ഇതിൽ ചേർന്നിരിക്കണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിക്കാതെ അത്യാവശ്യക്കാർ ചേരട്ടെ, താല്പര്യമുള്ളവർ ചേരട്ടെ എന്ന ഒരു നിബന്ധന മാത്രം വെച്ച് അത് ഓപ്ഷണലാക്കുകയാണ് വേണ്ടത്. പ്രീമിയം വർദ്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അങ്ങനെ തീരുമാനം എടുത്തതിന് ശേഷം മാത്രം യൂണിയനുകളും ഒക്കെ ആയി തീർന്ന് എത്രയാണ് പ്രീമിയം എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ മെഡിക്കൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. കാരണം ഇപ്പോൾ കോവിഡിന് ശേഷം ആ കോവിഡ് കാലത്തൊക്കെ വലിയ തരക്കേടില്ലാതെ മാനേജ് ചെയ്യാനൊക്കെയുള്ള ശ്രമം നടന്നു. പക്ഷേ അന്ന് നടത്തിയ അഴിമതികൾ, അതായത് ഈ വലിയ ഉയർന്ന വില കൊടുത്ത് മാർക്കറ്റിലുള്ളതിനേക്കാൾ വളരെ ഉയർന്ന വില കൊടുത്ത് കിറ്റും ഒക്കെ വാങ്ങിച്ച കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിന് ശേഷം ഇതുവരെ മെഡിക്കൽ രംഗം പഴയതുപോലെ വന്നിട്ടില്ല. ഇപ്പം നമുക്കറിയാം കാരുണ്യ ലോട്ടറി പോലും മെഡിക്കൽ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ക്യാൻസർ, വൃക്ക സംബന്ധമായ രോഗം, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗം, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വളരെ ചെലവേറിയ രോഗങ്ങൾ പാവങ്ങൾക്ക് സഹായം കിട്ടാനുള്ളതാണ് കാരുണ്യ ലോട്ടറി വഴിയായിട്ട് സംഭരിക്കുന്ന പണം. അങ്ങനെ ലോട്ടറി സിസ്റ്റം വഴിയായിട്ട് ഇക്കഴിഞ്ഞ വർഷം 12,696.99 കോടി രൂപയാണ് സംഭരിച്ചത്. എന്നിട്ടും
ഈ എന്താ പറയുക ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രികൾക്കൊക്കെ കുടിശ്ശിക കിടക്കുകയാണ്. 1721 കോടിയോ അങ്ങനെ ഏതോ ഒരു വലിയ തുകയാണ് അവർക്ക് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടിശ്ശിക കിടക്കുന്നുണ്ട്, അവരൊക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് പോകാൻ ഒരു ഇടമില്ലാത്തിടമായി തീർന്നിരിക്കുകയാണ്. 2012 വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് കെ.എം. മാണി സാറ് ധനമന്ത്രിയായിരുന്നപ്പോൾ ഈ കാരുണ്യ ലോട്ടറി സിസ്റ്റം കൊണ്ടുവന്നത്. ആ സിസ്റ്റമാണ് ഇതുപോലെ എങ്ങും തൊടാത്ത രീതിയിൽ താഴേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നത്. അതൊക്കെ കാണിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനയിലുള്ള മാറ്റമാണ്. അതായത് സാധാരണക്കാരെ പരിരക്ഷിക്കുക എന്ന ഒന്നാമത്തെ പ്രയോറിറ്റി, ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ട കാര്യം, അതാണ് ഗവൺമെൻറ് മറന്നു പോയിരിക്കുന്നത്. അതായത് പണമുള്ളവർക്ക് ഇതുപോലുള്ള ഒരു സ്കീമും ഇല്ലെങ്കിലും അവർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പോകും, അവർക്ക് വേണ്ടത്ര ചികിത്സ നേടിയെടുക്കും. പാവപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് 58 ലക്ഷം പേരാണ് എന്താണ് റേഷൻ സിസ്റ്റത്തിൽ ഉള്ളത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 68 ലക്ഷം പേര് പാവപ്പെട്ടവരായതുകൊണ്ടാണല്ലോ പൈസ കൊടുക്കാതെയുള്ള അരിയും ഗോതമ്പും ഒക്കെ വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം സിവിൽ സപ്ലൈസ് തന്നെ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ഷോറൂംസ് തന്നെ കാലിയായിട്ട് കിടക്കുകയാണ്. അവിടെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വയ്ക്കുന്ന, അതായത് വില കുറച്ച് വിൽക്കുന്ന വളരെ കുറച്ച് 13 ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് വന്നെങ്കിലും ഇപ്പോൾ 4-5 ഉൽപ്പന്നങ്ങൾ, ചിലപ്പോൾ 3, ചിലപ്പോൾ ഒന്നുമില്ല, ആ തരത്തിലാണ് സിവിൽ സപ്ലൈസൊക്കെ വർക്ക് ചെയ്യുന്നത്. അവിടെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ഗുണപരമായിട്ട് ഫസൈ, അതായത് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ്സോ നോംസോ ഒന്നും പാലിക്കുന്നതായിരിക്കില്ല. എന്നിട്ട് പോലും ഈ 58 ലക്ഷത്തിലധികം പേർ അത് പോയി വാങ്ങിക്കുന്നുവെങ്കിൽ ഇവിടെ സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കേരളത്തിൽ ധാരാളമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഭക്ഷ്യവിലക്കയറ്റം കേരളത്തിൽ അതിരൂക്ഷമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അതിൽ രൂക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ വിലക്കയറ്റം ഒരിടത്ത്, മറു സൈഡിൽ ഇതൊക്കെ ഈ വില കൂടിയ സാധനങ്ങളാണെങ്കിലും അത്യാവശ്യത്തിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ 6 മാസമായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള, അതായത് ഏത് തരത്തിൽ നോക്കിയാലും ഗവൺമെൻറ് സാധാരണക്കാരെ അവഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. കാരണം നമുക്കൊരു നികുതി വരുമാനവും നികുതിയിതര വരുമാനവും ഒക്കെ ഉണ്ടല്ലോ. ഈ വരുമാനമൊക്കെ എവിടെ പോകുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിൽ ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന പണം എവിടെ പോകുന്നു എന്നറിയത്തില്ല. ഈ പ്രയോറിറ്റീസിലേക്ക്, അതായത് ഈ ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മെഡിസെപ്പ്, കാരുണ്യ ഇൻഷുറൻസ് സ്കീം, ഇങ്ങനെയുള്ളതിലേക്കൊന്നും വേണ്ട പണം ചെല്ലുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ മെഡിസെപ്പും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മെഡിസിപ്പിൽ, കാരണം കമ്പൽസറി ആയിട്ട് നിങ്ങൾ 500 രൂപ അടയ്ക്കുക അല്ലെങ്കിൽ 1000 രൂപ അടയ്ക്കുക എല്ലാ മാസവും എന്ന് പറയുന്നതിന് പകരം നിങ്ങളിൽ ആരൊക്കെ ചേരാൻ താല്പര്യപ്പെടുന്നുവോ അവരൊക്കെ ചേരുക, അവരൊക്കെ ഇത്ര രൂപ അടയ്ക്കുക എന്നൊരു നിബന്ധന കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.